ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 8. എടാ, ഇതൊക്കെ സിനിമയിൽ നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങളല്ലേ? പക്ഷെ ഇപ്പോ നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സച്ചി ഗൗരവത്തോടെ പറഞ്ഞു. ഇതുവരെ നടന്നതൊന്നും സാധാരണമല്ല. മാധവ് നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിയെത്തിയത് സുരേന്ദ്രൻ നായർ പറഞ്ഞ ഓരോ വാക്കുകളുമായിരുന്നു. നിങ്ങളുടെ യഥാർത്ഥ പേര് പറയരുത്. ഒരാളെത്തും, അയാളുടെ ഒപ്പം മാത്രം പോകണം. ഇതൊക്കെ എങ്ങനെ? അയാളെ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? എന്തിനാണ് ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഇത്ര ശ്രദ്ധ? മാധവ് തല ഉയർത്തി റിസോർട്ടിലെ മുകളിലെ നിലയിലേക്ക് നോക്കി. ഇരുണ്ട ബാൽക്കണിയിൽ ഒരു നിഴൽ അണങ്ങിയതുപോലെ അവന് ഒരു നിമിഷം തോന്നി. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ കണ്ണുകൾ ചെറുതായി ചുരുക്കി. അവന്റെ നോട്ടം കണ്ടതും എന്താടാ? ഉദയൻ ചോദിച്ചു. ഒന്നുമില്ല, മാധവ് പതിയെ പറഞ്ഞു. പക്ഷേ അവന്റെ മനസ്സിൽ ഒരു കാര്യം കൂടുതൽ ഉറപ്പായി വരികയായിരുന്നു. അവർ ഈ യാത്രയിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നത്. റിസോർട്ടിന്റെ നീണ്ട ഇടനാഴികളിലൂടെ പതിയെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മാധവിന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ആ വലിയ കെട്ടിടത്തിന്റെ ഓരോ കോണിലും എന്തോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ, ആരോ അവരെ നോക്കി നിൽക്കുന്നത് പോലെ ഒരു വിചിത്രമായ തോന്നൽ അവനെ വിട്ടുമാറിയില്ല. മാധവ്, സന്ദീപിന്റെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. മാധവ് പതിയെ തിരിഞ്ഞു. എന്താ? അവൻ ചോദിച്ചു. മാധവ് കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, ഈ റിസോർട്ടില് എന്തോ ഉണ്ട്. ആ വാക്കുകൾ കേട്ടതും എല്ലാവരുടെയും മുഖം ഗൗരവമായി. ആരോ ഉണ്ടെന്നോ? ഉദയൻ നെറ്റിച്ചൊളിച്ചു. മാധവിന്റെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ വന്ന നിമിഷം മുതൽ എനിക്കൊരു പ്രത്യേക ഫീലിംഗ് തോന്നുന്നുണ്ട്. നമ്മളെ ആരോ നോക്കുന്ന പോലെ, പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ. അവൻ പറഞ്ഞതും ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. പെട്ടെന്ന് ഉദയന്റെ കണ്ണുകൾ വലുതായി. ഡേ, ഇനി അത് ലക്ഷ്മിയുടെ അച്ഛൻ ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാനും ദേവയാനി തമ്പുരാട്ടിയും ഒക്കെ ആയിരിക്കുമോ? ആ ചോദ്യം എല്ലാവരുടെയും ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. ആയിരിക്കുവോ? സന്ദീപ് പതുക്കെ ചോദിച്ചു. അറിയില്ല, മാധവ് തല കുലുക്കി. പക്ഷേ ഇവിടെ വന്നത് മുതൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ്. നമ്മളെ അപകടത്തിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ആരോ. ശരത്ത് കൈകൾ നെഞ്ചിൽ കെട്ടി ചിന്തയോടെ നിന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ നവീന്റെ അച്ഛന് പങ്കുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് ലക്ഷ്മിയുടെ വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കും. നവീൻ പതിയെ തല ഉയർത്തി ശരത്തിനെ നോക്കി. ആ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ മനസ്സിലും പല സംശയങ്ങളും തോന്നി. സുരേന്ദ്രൻ നായർ തന്റെ അച്ഛൻ. ഇത്രയും നാളായി ശാന്തമായി ജീവിച്ച ആ മനുഷ്യന് പിന്നിൽ ഇത്ര വലിയ രഹസ്യങ്ങളുണ്ടോ? മാധവ് പതിയെ നവീന്റെ തോളിൽ കൈവച്ചു. ഡാ, ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ അച്ഛൻ നമ്മളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകില്ല. അതിലെനിക്ക് വിശ്വാസമുണ്ട്. നവീന്റെ മുഖത്ത് ചെറിയൊരു ആശ്വാസം തെളിഞ്ഞു. അച്ഛൻ ചെയ്യുന്നത് നല്ല കാര്യത്തിനാണെങ്കിൽ ഞാൻ അച്ഛന്റെ കൂടെയുണ്ട്. അതെ, അത് തന്നെ. മാധവ് ചിരിച്ചു. പിന്നെ നമുക്കും ചെറിയൊരു കളി കളിക്കാം. എന്ത് കളി? ഉദയൻ ആകാംക്ഷയോടെ ചോദിച്ചു. മാധവിന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം നമ്മളോട് എല്ലാം തുറന്നു പറയുന്നില്ലല്ലോ. അപ്പോൾ നമുക്കും അറിയാത്ത പോലെ നടിക്കാം. ഒടുവിൽ അദ്ദേഹത്തെ തന്നെ ഇവിടെ വരുത്താം. ഓ, അത് നല്ല ഐഡിയയാണ്, ഡിറ്റക്റ്റീവ് മാധവ്, ഉദയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ഒന്നും ചിരിച്ചു. അപ്പോഴേക്കും നവീൻ പെട്ടെന്ന് പറഞ്ഞു, അതെ, ഇനിയും നമ്മള് റൂമിലേക്ക് ചെല്ലാതിരുന്നാൽ അവൾമാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് പോകുന്നതല്ലേ നല്ലത്. നവീൻ പറഞ്ഞതും ഓഹ്, ഇവന് തുടങ്ങി. ഭാര്യയെ കാണാതെ 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാനേ ഇപ്പോഴല്ലേ വിവാഹം കഴിച്ചത്, നിങ്ങളൊക്കെ കുറെ നാളായില്ലേ എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് നടന്നു. മാധവ്, അപ്പോ നാളെ നവീന്റെ അച്ഛൻ പറഞ്ഞിട്ട് വരുന്ന ആള് ആരാണെന്ന് നോക്കാം അല്ലേ? ഉദയൻ ചോദിച്ചു. അതെ, നോക്കാം. എന്നിട്ട് തീരുമാനിക്കാം അദ്ദേഹം പറയുന്ന വഴി പോകണോ വേണ്ടിയോ എന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ ലിഫ്റ്റിന് സമീപം എത്തിയപ്പോൾ നവീൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. നീ പോയില്ലേ ഇനിയും? ഉദയൻ ചോദിച്ചു. ഓ, നവീൻ ഫോൺ അവർക്ക് നേരെ തിരിച്ചു. സ്ക്രീനിൽ ഇഷാനിയുടെ വീഡിയോ കോൾ. ഇവൾക്ക് ഞാൻ ഇവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ല, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയടി, എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഫോണിലേക്ക് നോക്കി പറഞ്ഞ ശേഷം അവൻ കോൾ കട്ട് ചെയ്തു. അത് കണ്ട് സച്ചി ചിരിച്ചു. ഡേ, നമ്മളൊക്കെ അന്വേഷണം നടത്താനാ വന്നിരിക്കുന്നത്. ഇവൻ വന്നത് ഹണിമൂൺ ആഘോഷിക്കാനാ അല്ലേടാ? സച്ചി ചോദിച്ചു. നവീൻ കണ്ണുരുട്ടി. നിനക്കൊന്നും മനസ്സിലാവില്ല, ന്യൂ കപ്പിൾസിന്റെ മനസ്സ്. അല്ല മോനെ, നീ സത്യത്തിൽ വക്കീലാണോ പോലീസാണോ? നവീൻ കളിയാക്കി. LLB പഠിക്കാൻ പകരം
നീ വല്ല IPS എടുത്താൽ മതിയായിരുന്നു. ആ, അതിനിനിയും സമയമുണ്ടല്ലോ, സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റിന്റെ കണ്ണാടിയിൽ ഓരോരുത്തരുടെയും മുഖം പ്രതിഫലിച്ചു. റൂമിലെത്തി റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ലക്ഷ്മി ബെഡിൽ ചാഞ്ഞിരുന്നു കൊണ്ട് ഫോണിൽ എന്തോ നോക്കുകയായിരുന്നു. മാധവ് അകത്തേക്ക് വന്നതും അവൾ തല ഉയർത്തി നോക്കി. എന്തായി മാധവേട്ടാ, നാളെ പോകേണ്ട സ്ഥലങ്ങളൊക്കെ തീരുമാനിച്ചോ? അവൾ ചോദിച്ചു. മാധവ് ഒരു നിമിഷം അവളെ നോക്കി നിന്നു. ആ മുഖത്ത് ഇപ്പോഴും നിഷ്കളങ്കമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളെ നോക്കുമ്പോഴൊക്കെ ഈ അപകടങ്ങളിൽ നിന്നെല്ലാം അവളെ എങ്ങനെയും രക്ഷിക്കണമെന്നൊരു തോന്നൽ അവന്റെ മനസ്സിൽ ശക്തമാവുകയായിരുന്നു. അവൻ പതിയെ അവളുടെ അരികിലിരുന്നു. തീരുമാനിച്ചു, അവൻ പറഞ്ഞു. പക്ഷേ നാളെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടി വരും. ലക്ഷ്മിയുടെ മുഖം അല്പം മങ്ങി. എവിടേക്ക്? അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റില്ല, മാധവ് പതിയെ പറഞ്ഞു. ആദ്യം ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. അവിടെ സ്ത്രീകളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. എന്താ മാധവേട്ട ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് പറയുന്നത്? അവൾ ചുണ്ടു കുറിപ്പിച്ച് ചോദിച്ചു. മാധവ് ചെറുതായൊന്ന് ചിരിച്ചു. ഒരാള് നമ്മളെ നാളെ കാണാൻ വരും. അത് ചിലപ്പോൾ നമുക്ക് വലിയൊരു ഗുണമായിരിക്കും. ലക്ഷ്മി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മാധവിലുള്ള വിശ്വാസം. അത് മാത്രം മതി എന്ന പോലെ. മാധവ് അവളുടെ മുടിയിൽ പതിയെ വിരലൊടിച്ചു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതും പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് നടന്നു. വാതിൽ അടഞ്ഞ ശബ്ദം കേട്ടതും ലക്ഷ്മി വീണ്ടും ജനാലക്കരികിലേക്ക് നോക്കി. പുറത്ത് നിലമ്പൂരിന്റെ രാത്രി വീണ്ടും കനത്ത മൗനത്തിലേക്ക് വീണിരുന്നു. രാവിലെ മാധവ് കണ്ണു തുറക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ വിടർന്നു. പുലർക്കാലത്തിന്റെ നേർത്ത വെളിച്ചം ജനൽപ്പാളികളിലൂടെ മുറിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ പതിയെ മുഖമുയർത്തി നോക്കി. ലക്ഷ്മി നല്ല ഉറക്കമാണ്. ഇത്രയും നേരം അവളുടെ നഗ്നമായ മാറിൽ മുഖം ചേർത്താണ് കിടന്നത് എന്നോർത്തപ്പോൾ മാധവിന്റെ ചുണ്ടിൽ ഒരു കുറുമ്പുണർത്തുന്ന പുഞ്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരിയോടെ അവളുടെ ആ മാറിലേക്ക് അവൻ വീണ്ടും മുഖം ചേർത്തതും ലക്ഷ്മി ഞെട്ടി കണ്ണു തുറന്നു. ഒപ്പം അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ മുറുകെ പിടിച്ചു വലിച്ചു. തലമുടിയിൽ അവളുടെ കൈയുടെ മുറുക്കം അറിഞ്ഞതും മാധവ് മുഖമുയർത്തി അവളെ നോക്കി. കണ്ണുകൾ അടച്ച് ശ്വാസം ആഞ്ഞു വലിക്കുന്ന അവളെ കണ്ടതും അവന്റെ ഉള്ളിലെ പ്രണയം ഇരട്ടിച്ചു. അവൻ കുറുമ്പോടെ അവളുടെ വലത് മാറിനെ ചുണ്ടുകളാൽ നുണഞ്ഞു. ആ നേർത്ത സ്പർശം അറിഞ്ഞതുപോലെ ലക്ഷ്മി ഒരു കുളിരോടെ കുറുകിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകളിൽ പ്രണയവും നേർത്തൊരു പരിഭ്രമവും കലർന്നിരുന്നു. മാധവേട്ട വിട്. ലക്ഷ്മിയുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു. എങ്കിലും അതിൽ നേർത്തൊരു യാചനയുണ്ടായിരുന്നു. പക്ഷേ മാധവ് പിന്മാറാൻ ഭാവമില്ലായിരുന്നു. അവൻ അവളുടെ തലമുടിയുടെ പിടുത്തം പതുക്കെ വിടിവിച്ച് ആ കൈകൾ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ വിരലുകൾ അവളുടെ വിരലുകളിലേക്ക് കോർത്തു പിടിച്ചപ്പോൾ ലക്ഷ്മിയുടെ ശ്വാസഗതി വേഗത്തിലായി. അവൻ പതുക്കെ അവളുടെ മുഖത്തേക്ക് അടുത്തു. അവളുടെ നെറ്റിയിലും തുടുത്ത കവിളിലും അവൻ പ്രണയപൂർവ്വം ചുണ്ടുകൾ ചേർത്തു. ഒടുവിൽ അവളുടെ അതരങ്ങളിൽ മാധവിന്റെ ചുണ്ടുകൾ അമർന്നപ്പോൾ ആ മുറിയിൽ നിശബ്ദത പടർന്നു. തുടക്കത്തിൽ നേർത്തൊരു വിറയലോടെ എതിർക്കാൻ ശ്രമിച്ച ലക്ഷ്മി പതുക്കെ മാധവിന്റെ ചുംബനത്തിന്റെ ലഹരിയിലേക്ക് വഴിമാറി. അവൾ തന്റെ കൈകൾ അവന്റെ കഴുത്തിന് ചുറ്റും പിണച്ചു. അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവരുടെ ശ്വാസങ്ങൾ പരസ്പരം ഇടകലർന്നു. ജനാലയിലൂടെ വന്ന നേരത്തെ തണുത്ത കാറ്റ് ആ മുറിയെ തലോടിയെങ്കിലും അവരുടെ ഹൃദയമിടിപ്പുകൾ ആ അന്തരീക്ഷത്തിൽ പ്രണയത്തിന്റെ ചൂടാൽ നിറച്ചു. പരസ്പരം തിരിച്ചറിഞ്ഞും പ്രണയിച്ചും ആ പുലർക്കാലം അവർക്ക് മാത്രമുള്ളതായി മാറി. ഒടുവിൽ ലക്ഷ്മിയുടെ മാറിലേക്ക് മുഖം ഒളിപ്പിച്ച് കിടക്കുമ്പോൾ അവളുടെ വിരലുകൾ മാധവിന്റെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരുന്നു. ആ പ്രണയ തീരത്ത് അവരിരുവരും ഒന്നിച്ചു ചേർന്നിരുന്നു. രാവിലെ നിലമ്പൂരിന്റെ തണുപ്പ് ഇപ്പോഴും റിസോർട്ടിന്റെ ചില്ലജാലകങ്ങളിൽ മഞ്ഞായി പറ്റിക്കിടക്കുകയായിരുന്നു. കോടമഞ്ഞിനിടയിലൂടെ കാടിന്റെ പച്ചപ്പ് മാത്രം മങ്ങളോടെ കാണാം. ആ മനോഹരമായ കാഴ്ചകൾക്കിടയിൽ എല്ലാവരും ഫ്രഷായി ഒരുമിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത്. റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന നിമിഷം തന്നെ അവരെ കണ്ട സ്റ്റാഫുകൾ എല്ലാം ആദരവോടെ ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാം. ആ VVIP സ്വീകരണം കണ്ടപ്പോൾ തന്നെ സ്ത്രീകളുടെ കണ്ണുകൾ അതിശയത്തോടെ വലുതായി. ഇവിടെ നമുക്കെന്തോ പ്രത്യേക ട്രീറ്റ്മെന്റ് ആണല്ലോ. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു, ദേവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവര് നേരെ വലിയ ഗ്ലാസ് വിൻഡോയുടെ സമീപമുള്ള പ്രത്യേക ടേബിളിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. ടേബിളിൽ ഇതിനോടകം തന്നെ ഫ്രഷ് ജ്യൂസുകളും പഴങ്ങളും ഒരുക്കിയിരുന്നു. ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതല്ലോ, ഇഷാനി അതിശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും മാനേജർ തന്നെ ചിരിയോടെ അവിടത്തേക്ക് വന്നു. നിങ്ങളുടെ ഈ പാക്കേജിൽ
മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് മാഡം. അയാൾ വളരെ വിനയത്തോടെ പറഞ്ഞു. നിങ്ങൾക്കിവിടെ ഏറ്റവും നല്ല അനുഭവം ലഭിക്കണം എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവൻ പറഞ്ഞ ആ രീതിയിൽ പോലും ഒരു പ്രത്യേക ബഹുമാനം ഉണ്ടായിരുന്നു. മാധവും കൂട്ടരും പരസ്പരം ഒന്ന് നോക്കി. ഈ ട്രീറ്റ്മെന്റിന്റെ പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരത്തിനുള്ളിൽ ടേബിൾ മുഴുവൻ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പം, സ്റ്റൂ, പുട്ട്, കടല, ദോശ, പാൻകേക്ക്, ഫ്രഷ് ജ്യൂസുകൾ, പഴങ്ങൾ. അവർ ഓർഡർ ചെയ്തതിലും ഇരട്ടിയായിരുന്നു എല്ലാം. ഡേ, ഉദയൻ പതിയെ മാധവിനോട് പറഞ്ഞു. ഇങ്ങനെ പോയാല് നമുക്കിവിടുന്ന് പോകുമ്പോൾ നടക്കാൻ പറ്റില്ല. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ത്രീകൾ വീണ്ടും ചോദിക്കുന്നത്, ഇനി എന്താ പരിപാടി? ആ ചോദ്യം കേട്ടതും ആളുകൾ തമ്മിൽ ഒന്ന് പരസ്പരം നോക്കി. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് അവരുടെ അടുത്തേക്ക് വന്നു. മാഡം, അവൾ വിനയത്തോടെ പറഞ്ഞു, ഇവിടെ സ്ത്രീകൾക്കായി പ്രത്യേക ആക്ടിവിറ്റീസ് ഉണ്ട്. സ്പാ, ഹെറിറ്റേജ് വാക്ക്, ഫ്ലവർ ഗാർഡൻ വിസിറ്റ്, ഇൻഡോർ ഗെയിംസ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അത് കേട്ടതും സ്ത്രീകളുടെ മുഖം തെളിഞ്ഞു. പക്ഷേ അവർ ഉടനെ ഭർത്താക്കന്മാരെ നോക്കി. മാധവ് ചിരിച്ചുകൊണ്ട് വെള്ളം കുടിച്ചു. ഞങ്ങളെ ഇന്നലെ പറഞ്ഞില്ലേ? ഉദയൻ ഉടനെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. 10 മണിയോടെ ഞങ്ങൾ ഇറങ്ങും. നിങ്ങൾ ഇവരുടെ കൂടെ പോയി എൻജോയ് ചെയ്യൂ. സാന്ദ്ര കണ്ണു ചുരുക്കി. നിങ്ങൾക്കെന്താ കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ? കള്ളത്തരാണോ? നവീൻ നാടകീയമായി നെഞ്ചിൽ കൈവച്ചു. ഞങ്ങളോ? അതെ, സാന്ദ്ര ചിരിച്ചു. പക്ഷേ പ്രശ്നമില്ല, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അവൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെയും ദേവികയെയും ഇഷാനിയും ഗംഗയെയും കൂട്ടി സ്റ്റാഫുകളുടെ പിന്നാലെ നടന്നു. അവർ പോയതും ഉദയൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഈ പെണ്ണ് ഡിറ്റക്റ്റീവ് ആകേണ്ടതായിരുന്നു. അതെ, സച്ചി ചിരിച്ചു. നമ്മളെക്കാൾ ഒബ്സർവേഷൻ പവർ അവൾക്കാണ്. അപ്പോൾ നവീൻ പെട്ടെന്ന് ആലോചനയോട് പറഞ്ഞത്, ഡേ, ഒരു കാര്യം ഞാൻ ആലോചിക്കായിരുന്നു. എന്താ? ശരത് ചോദിച്ചു. ഈ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ ഉടനെ എങ്ങനെയാ ഇങ്ങനെ വളഞ്ഞ് നമ്മളെ ചോദ്യം ചെയ്യാൻ പഠിക്കുന്നത്? നമ്മുടെ മനസ്സിലുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്? ഒരു നിമിഷം എല്ലാവരും അവനെ നോക്കി. നിനക്കിത് അവളോട് തന്നെ ചോദിക്കായിരുന്നില്ലേ? ഉദയൻ പറഞ്ഞു. പിന്നെ അവളുമാരുടെ സീക്രട്ട് പറഞ്ഞു തരും. ചെല്ല്, നോക്കിയിരുന്നോ? നവീൻ പറഞ്ഞു. പിന്നെ ശരത്ത് ഗൗരവത്തിൽ, നമ്മളെ ഇത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് പിന്നിൽ കറുത്ത കരങ്ങളുണ്ട്. അനാവശ്യം പറയരുത്, നവീൻ ഉടൻ പറഞ്ഞു. എന്റെ അച്ഛൻ നല്ല വെളുത്ത മനുഷ്യനാ. അച്ഛന്റെ കൈകളും നല്ല വെളുത്ത കൈയാണ്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഓഹോ, അപ്പോൾ കറുത്ത കരങ്ങളല്ല, DYSP സുരേന്ദ്രൻ നായരുടെ വെളുത്ത കരങ്ങളാണ് പിന്നിൽ. ഉദയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ. സന്ദീപ് തല കുലുക്കി. ഇവൻ എന്തായാലും അച്ഛനോട് വല്ലാത്ത സ്നേഹാണ്, അല്ലേടാ? അതെ അതെ, നവീൻ ചിരിച്ചു. എന്തായാലും നമുക്ക് ഇപ്പോ ഒന്നും അറിയാത്തതുപോലെ തന്നെ നിൽക്കാം, മാധവ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. എല്ലാവരും പതിയെ തല കുലുക്കി. അങ്ങനെ അവർ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി റിസപ്ഷൻ ഏരിയയിലേക്ക് നടന്നു. ആ റിസോർട്ടിന്റെ അകത്തളം മുഴുവൻ രാജകീയ ആഡംബരം നിറഞ്ഞിരുന്നു. വലിയ ക്രിസ്റ്റൽ ശാൻഡിലിയേഴ്സ്, ചുവന്ന കാർപ്പറ്റുകൾ, പഴമ വിളിച്ചോതുന്ന മര അലങ്കാരങ്ങൾ, ചുമരുകളിൽ തൂങ്ങിയ പഴയ ചിത്രങ്ങൾ. ഒരു ഹെറിറ്റേജ് പാലസ് പോലെ. ഡേ, നവീൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് സാധാരണ ഒരു റിസോർട്ട് അല്ലല്ലോ. അവൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. എന്താ? ഉദയൻ ചോദിച്ചു. ഈ റിസോർട്ടിന്റെ പേര് ശ്രദ്ധിച്ചു നിങ്ങള്? ഇല്ല, സച്ചി പറഞ്ഞു. എന്താ പേര്? നവീൻ കൈ ഉയർത്തി റിസപ്ഷന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന വലിയ ഗോൾഡൻ ലെറ്റേഴ്സിലേക്ക് ചൂണ്ടി. അവർ എല്ലാവരും അങ്ങോട്ട് നോക്കി. കോവിലകം ഹെറിറ്റേജ് പാലസ് റിസോർട്ട്. ഒരു നിമിഷം എല്ലാവരുടെയും മുഖത്തെ ചിരി മങ്ങി. കോവിലകം. മാധവ് പതിയെ വായിച്ചു. ആ പേര് കേട്ടതും എല്ലാവരുടെയും മനസ്സിലൂടെ ഒരേ ചിന്ത കടന്നുപോയി. ഇത് വെറും യാദർശികമാണോ? അല്ലെങ്കിൽ തങ്ങളെ ഇവിടെ എത്തിച്ചത് തന്നെ ആ ഒരാൾ കൃത്യമായി പ്ലാൻ ചെയ്തതാണോ? മാധവിന്റെ കണ്ണുകൾ പതിയെ ചുരുങ്ങി. ഇപ്പൊ അവന് ഒരു കാര്യം ഏകദേശം ഉറപ്പായി. ഈ കളിയുടെ പിന്നിൽ രാജശേഖരവർമ്മ തമ്പുരാൻ തന്നെയുണ്ട് എന്ന്. ഹായ്, അപ്പോൾ ദേ സ്റ്റോറികൾ 3 ഇട്ടിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും കേൾക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ ഒന്ന്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ബൈ.